എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു രാസ്തയുടെ ഇങ്ങനത്തെ ഒരുപാട് മാസങ്ങളുടെ ആവശ്യമായിരുന്നു രാസ്തയുടെ ഒരു ഇവന്റിൽ ഇങ്ങനെ വരിക, പങ്കെടുക്കുക എന്നുള്ളതിന്. ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, വന്ന എല്ലാവരും പറഞ്ഞു ഒരുപാട് ട്രാഫിക്കാണ് പുറത്തുനിന്ന്, വന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി. സിനിമയിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഗൾഫ് ബേസ്ഡ് ആണ്, മസ്കറ്റ് ബേസ്ഡ് ആണ്. ഗൾഫിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും ട്രേഡിങ്ങും കോൺട്രാക്റ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം അവസാനം തുടങ്ങിയ ഡിസ്കഷൻ്റെ പേരിൽ പുറത്തു വന്നൊരു സിനിമയാണ് രാസ്ത. അതിൽ ആദ്യം ഒരു ചെറിയ നന്ദി എല്ലാവർക്കും, വലിയ നന്ദി. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ബാക്കപ്പ് പാർട്ടിൽ പറഞ്ഞ നന്ദിയാണ്. ആ നന്ദി ഇവിടെയും ആവർത്തിക്കുന്നു. കൂടെ ഒരു കുറേ നാളുകൾ ഒമാനിൽ, കാരണം ഒമാൻ എന്ന് പറയുന്ന രാജ്യം സിനിമയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, എന്നുവെച്ചാൽ ചിത്രീകരണം കണ്ടിട്ടില്ല. ചെറിയ ചെറിയ പടങ്ങൾ, ചെറിയ ചെറിയ എന്താ പറയുക, ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒമാനിൽ ഒരു പടം, ഒരു വലിയൊരു മലയാള സിനിമ. അത് ഒരു കോമ്പിനേഷൻ, ലൈക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് നടീനടന്മാർ, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ലീഡിങ് ആയിട്ടുള്ള അനീഷ് അൻവംപൈനെ പോലെയുള്ള ഒരുപാട് ക്രൂ, എല്ലാവരുടെയും നേതൃത്വത്തിൽ നല്ല ഭംഗിയായി ആ പടം ചെയ്തു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നൊരു മൂവിയായിരുന്നു. കാരണം ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെർമിഷൻസ് എടുത്ത് ഒരു ക്യൂബ് ടൈമിൽ വളരെ ധൃതിയിൽ ഒരു പരിപാടി ചെയ്തു തീർക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെല്ലാം കേൾക്കുന്ന ദുബായിലെല്ലാം ഒരുപാട് സിനിമകൾ, വിജയ് സാറിനൊക്കെ അറിയാം, ഒരുപാട് സിനിമകൾ അവിടെ നടന്നിട്ടുണ്ട് ദുബായിൽ. ഒമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ രാസ്ത പൂർത്തിയാക്കി. ജനുവരി 5 നിങ്ങൾക്ക് വിട്ടുതരുന്നു. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ലിനുമായി ഇത്രയും സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ലിനുമായിക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കണം. കാരണം നമ്മൾ 2 ദിവസമായിട്ട് ഞാൻ കുറച്ചുകൂടി പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടി, നമുക്ക് വലിയൊരു ക്രൂ ഒന്നുമില്ല, നമ്മളൊരു ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഗംഭീര ഒരു സപ്പോർട്ട് നമുക്ക് ഈ സിനിമക്ക് ആവശ്യമാണ്. വളരെ ചെറിയൊരു സിനിമയാണ്, പക്ഷെ അതിൻ്റെ പുറകിലൊരു വലിയൊരു എഫേർട്ട് ഉണ്ട്. ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിൻ്റെ ഒരു കോർഡിനേറ്ററും ഈ ഒരു പ്രോജക്റ്റ് അതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു ടെറൈനിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതിന് എൻ്റെ കൂടെ പൂർണ്ണമായിട്ട് നിന്ന ഒരാളാണ് ലിനുവായി. അപ്പം പുള്ളിക്ക് ഇതുവരെ സംസാരിക്കാനുള്ള സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല ഇൻ്റർവ്യൂ കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലും പറയണോ? ഇനി എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കൊന്നും പറയാനുണ്ടാവരുതെന്ന് വെച്ചിട്ടാണ്. പക്ഷേ എനിവേ ഇറ്റ് ഔട്ട് വെൽ. ഓക്കെ, അലു എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ബ്രാൻഡ് പ്രൊഡക്ഷൻ ഹൗസ് 2 പേരാണ്. മിസ്റ്റർ അബ്ദുൽ ലത്തീഫ്, ഈ അലു എന്ന് പറയുന്നത് തന്നെ അബ്ദുൽ ലത്തീഫ് ഉപ്പളയാണ് എൻ്റെ പാർട്ട്ണർ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ തുടങ്ങിയൊരു സംരംഭമാണ് അലു എന്റർടൈൻമെന്റ്സ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി ഞാൻ ഇരുമാൻ്റെ അടുത്ത് കേൾക്കാനൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഈ സിനിമയുടെ കഥ, ഈ സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ 22 നവംബറിലാണ്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇതിൻ്റെ റൈറ്റേഴ്സാണ് എന്നെ വിളിക്കുന്നത്. റൈറ്റേഴ്സ് മീൻസ് ആ ഒരു ടീമിലുള്ള ആളാണ്, ഒരു സുധേച്ചിയാണ് എന്നെ വിളിക്കുന്നത്. അല്ല, ഈ കഥ ഞാൻ കേൾക്കുകയും അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോഴാണ് ലിനുവിനെ ആദ്യം കാണുന്നത്, ലിനു ശ്രീനിവാസിനെ കാണുന്നതും. അന്ന് ലിനു ശ്രീനിവാസ് സിനിമയിൽ ആദ്യമായിട്ടാണ്, അതായത് ഷൂട്ടിംഗ് ഒന്നും കൂടുതൽ കണ്ടിട്ടില്ല, അവരങ്ങനെ ഇടപഴകിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഷൂട്ട് തുടങ്ങി. ഒരു വർഷത്തെ പ്രോസസ്സാണ്. ആദ്യമൊന്നും നമ്മളെ കൂടെ കൂടുതൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയും നമ്മളിൽ ഒരാളായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്ത ഒരാളാണ്. എനിവേ, ഇന്നലെയും മെനിഞ്ഞാന്നും നമ്മുടെ ക്യൂബിൽ പടം അപ്ലോഡ് ചെയ്തിട്ട് പുള്ളി കണ്ടു. അപ്പം എന്താണ് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് സിൻസിയറായിട്ടുള്ളൊരു അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പുതിയതായിട്ട് സിനിമയിൽ വന്നു, ആസ് എ ബിസിനസ് ആണ് വന്നത്. ഇപ്പം അതിൻ്റെ ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഇടയ്ക്ക് പേഴ്സണലായിട്ട് പുള്ളിയോട് പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു സിനിമാക്കാരനല്ല, ഞാനൊരു സിനിമാ പ്രേമിയാണ്. ഒരുപാട് സിനിമകൾ ഒരുപാട് വർഷം ചെറുപ്പകാലം തൊട്ട് കണ്ടു തുടങ്ങിയ എൻ്റെ അറിവിൽ ഞാൻ പറയാം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് നെറ്റ്ഫ്ലിക്സ് സീരീസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കൂടുതൽ സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്ന സാധനങ്ങളെ കണ്ടിട്ടുള്ളത്. പറഞ്ഞ പോലെ തന്നെ ഒമാന്റെ ലാൻഡ്സ്കേപ്പ് അതേപടി ഒപ്പിയെടുത്ത് മാക്സിമം കവർ എടുത്ത് നല്ല രീതിയിൽ ഡെസേർട്ട് ലോക്ക് സർവൈവൽ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നമ്മൾ 2 ദിവസം മുന്നേ
ക്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് അനീഷ് മാം പറഞ്ഞത്, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രേക്ഷകനായിട്ട് ഞാൻ പറയാം, അടുത്ത കാലത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എൻ്റെതെന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് 2 മണിക്കൂർ 6 മിനിറ്റും ഒരു 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 എവിടെയും ഒരു എന്താ സിനിമാക്കാരുടെ ഭാഷയിൽ ലാഗ് എന്ന് പറയുന്നു, സ്ലോ എന്ന് പറയുന്നു, ഒന്നും ഒരു കാണാത്ത ഒരു വളരെ ഗംഭീരമായിട്ട് 2 മണിക്കൂർ പോയി. എനിക്കൊരു വലിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു 2 മണിക്കൂർ. അത് നമ്മുടെ പടമായതുകൊണ്ട് പറയുന്നില്ല, വളരെ സന്തോഷകരമായിട്ട് ഞാൻ പറയുന്നു. കാരണം ഒരുപാട് കഷ്ടതകൾ ചെയ്തിട്ടാണ് അത് എടുത്തത്. കാരണം നമ്മൾ ഷൂട്ടിംഗ് അവസാനത്തെ ഷെഡ്യൂൾ പോയത് ജനുവരിയിലാണ്. ഈ നമ്മൾ വിന്റർ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒരു മിഡ് ഓഫ് ജനുവരിയാണ്. ഒരുപാട് ഈ പറഞ്ഞ പോലെ സുധീഷ് ചേട്ടനായാലും വിഷാദ് ആയാലും സർജു കുറച്ച് നാൾ 2 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നു. വളരെ ഇതായി അനക്ക ഒരുപാട് അനുഭവിച്ചു എന്നൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു 12-13 ദിവസത്തെ ഷെഡ്യൂളായിരുന്നു നമുക്ക്, 15 ദിവസത്തെ ഷെഡ്യൂളായിരുന്നു നമുക്ക് ഡെസേർട്ടിലുണ്ടായിരുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. സാഹസികമൊന്നും പറയുന്നില്ല. അല്ല, ചില കാര്യങ്ങൾ എൻ്റെ ഇപ്പൊ പെട്ടെന്ന് വന്നോണ്ട് പറയട്ടെ, ഒരു കാഷ്വൽ ടോക്കിൽ പറയാണ്. പുള്ളിനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വലിയൊരു ബിസിനസ് ടൈക്കോൺ വരുന്ന പോലെയാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. പ്രൊഡ്യൂസർ എന്നുള്ളൊരു റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിച്ചു. പുള്ളി സിനിമയുടെ ഭയങ്കര ഒരു ഗൗരവം, ഒരു ഭയങ്കര ഫോർമലായിട്ടുള്ള സംസാരവും കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഒരു അവസാന ഷെഡ്യൂൾ ആകുമ്പോൾ ഡെസേർട്ടിൽ 80 കിലോമീറ്റർ അപ്പുറത്ത് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പ്രൊപ്പല്ലർ വെച്ചിട്ട് നമ്മൾ സാൻഡ് സ്റ്റോം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നിലത്ത് നിന്നിട്ട് ഇങ്ങനെ പൂവി വാരിയിട്ടായിരുന്നു മണിക്കൂറുകളാണ്. അത് മറക്കാൻ പറ്റില്ല. ഫുഡ് അത്രയും 70 കിലോമീറ്റർ സ്വന്തമായിട്ട് 4 വീൽ ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമുക്കുള്ള ഉപ്മാവ് മേടിച്ച് കൊണ്ടുത്തരുന്നത് വളരെ ഹാപ്പി ആയിട്ട് തരുന്ന ഒരു പ്രൊഡ്യൂസറായിരുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞു, വളരെ സിൻസിയറായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒരു രീതിയിൽ കൂടി. എനിവേ, നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് ഒഫീഷ്യലായിട്ടാണെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവ് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഇത്രയും സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിങ്ങളടുത്ത് ചോദ്യം ചോദിച്ചാൽ മാത്രം ഉത്തരം പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇമോഷനാണ് ഇതുമായിട്ടുള്ള അത്രയും സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടെടുത്ത നിങ്ങളുടെ ഇമോഷനാണ് നിങ്ങൾ ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നു. ആൻഡ് വിളക്ക് കൊളുത്തി തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. ഭയങ്കര സന്തോഷം തോന്നുന്നത് എല്ലാ ഈവന്റിലും പറയുന്ന പോലെയല്ല. എൻ്റെ ഈ സിനിമയ്ക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ്. അപ്പം അനീഷിനെ ഞാൻ സൂര്യ ടി വിയിൽ ഇരിക്കുമ്പോൾ മുല്ലമൊട്ടും മുന്തിരിച്ചാറും എന്നൊരു സിനിമ സെല്ല് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ഒരു മൂവി സെല്ല് ചെയ്യാൻ വരുന്നത്. സാധാരണ പ്രൊഡ്യൂസറാണ്. അപ്പം അനീഷിനോട് സാർ ഞാനാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഞാൻ തന്നെയാണ് ഇത് വിൽക്കുന്നതും ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തതും. അപ്പം എനിക്ക് അനീഷിനോടൊരു പ്രത്യേക അനുഭവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യും. പക്ഷെ ഞാനന്ന് സൂര്യ ടി വി വിടാൻ ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ ഒരിക്കൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അനീഷ് കാണാൻ വരികയും സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എന്നോട് പിച്ച് ചെയ്യുകയും, അതുകൂടാണ്ട് ഈ സിനിമയിൽ അഗൈൻ അനീഷിനെ ലോഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് സക്രിയുടെ ഗർഭിണികൾ. പിന്നെ സർജാനോ ഇതേപോലെ 5 വർഷം മുമ്പ് ജൂൺ എന്ന സിനിമയുടെ ഓഡിഷന് എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അനീഷിനെ സർജാനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു, അഭിനയിപ്പിച്ചു. അങ്ങനെ അതിലെ നായകനായിട്ട് സെലക്ട് ചെയ്തു. അപ്പം സർജാനോയും ഞാൻ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു മോഹൻ സിത്താര, വിഷ്ണു ഇതേപോലെ സക്രിയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞ സിനിമയിൽ വേൽച്ചില്ലയും എന്ന് പറഞ്ഞ ഹിറ്റ് ഗാനം ഞാൻ ഞങ്ങളുടെ സിനിമയുടെ കൂടെ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു എൻ്റെ ഭാഗ്യ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയാം. എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ആട് 1, ആട് 2. അങ്ങനെ ഇതൊരു അനക്കയുടെ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്. പിന്നെ ആരാധ്യ, ആശ, പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം. വിഷാദ് ഭായി, സുധീഷ് ഭായി, എല്ലാവരും. അപ്പോൾ ഇങ്ങനെ പോസ്റ്ററിൽ നോക്കുമ്പോൾ എല്ലാം പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ അത് കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പം ഈ സിനിമ കഴിഞ്ഞ 2022 നവംബറിലോ ഒക്ടോബറിലോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് വിജയ് സാർ ഞാനൊരു ചെറിയ സാധനം ചെയ്യണം, വ്യത്യസ്തമായ ഒരു സാധനം. ഞാൻ പറഞ്ഞു അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളല്ലേ ചെയ്യും, സക്രിയുടെ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല, അതിൽ ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ
ഇങ്ങനെയാണ് ഡെസേർട്ടാണ് അതാണ് പറയാൻ ചെയ്യാം, നമുക്ക് നോക്കാം, വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഗോൾഡൻ വിസ ഉണ്ട്, എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാർ ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങി. അപ്പൊ ഞാൻ വിളിച്ച അനീഷ് മറ്റത് മറന്നുപോയോ അഭിനയിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കായിരുന്നു ദുബായ് പോകാനായിട്ട്. അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ. കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ. അപ്പം അനീഷ് എപ്പോഴും പറയും എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ്, അത് എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുവരാൻ എന്നെ അഭിനയിച്ചിട്ടിരുന്ന ഇപ്പം ഋഷാദ് ഭായി ഒക്കെ പറഞ്ഞല്ലേ, എന്നെ അവിടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലിനെയും തല്ലി ഒടിച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. അപ്പം മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാനത്. ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിന്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ അനീഷ് എല്ലാ 3-4 ആഴ്ച കൂടുമ്പോഴും ഒരു തോട്ട്, സാർ ഇങ്ങനെ ഒരു തോട്ട് കിട്ടി, ഇതെങ്ങനെയുണ്ട്, വളരെ നല്ല തോട്ടാണ്. അപ്പൊ അതില് ഇത് കാണുമ്പോ ലൈക്ക് സുധീഷ് ഭായി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല, ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്സ് കണ്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. ഞാൻ ഇതുപോലെ ഒരു ഡെസേർട്ടിൽ സ്റ്റക്കായി പോയിട്ടുണ്ട് ഹോൾ നൈറ്റ്. വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ സ്റ്റക്കായി. ഞങ്ങളൊരു ചെറിയ ക്രൂ പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല. പിന്നെ ലിനു, ഗ്രേറ്റ് എഫേർട്ട് ലിനു, ഭാഗ്യമുള്ള ഡയറക്ടറാണ്. ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് സക്രിയുടെ ഗർഭിണികളും മങ്കിപ്പനും 1 വർഷമാണ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഷിബു 9 സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ 4-5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രിയുടെ ഗർഭിണികൾ. അപ്പം അത് അങ്ങനെ ഒരു ഉണ്ടാവട്ടെ. ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ. അത് കൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത 2024 മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ്. ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട്. നല്ല നല്ല സിനിമകൾ, കണ്ടന്റ് സിനിമകൾ. മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾക്കാണ്. ഇപ്പൊ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള ഈ രാസ്ത തുറന്നു കൊടുക്കട്ടെ. 2024 നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. രാസ്ത വൻ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട്, കൽബ്. അപ്പം അതിന്റെ ലോഞ്ചാണ്. ഇതുപോലെ ഒരു ഫംഗ്ഷൻ നാളെ വേറെ ഉണ്ട്. എല്ലാവരും വരാട്ടാണ്. വിളിച്ചിട്ടില്ല എല്ലാവരും? കൊള്ളാം. പറഞ്ഞാണ് പാർവതിയുടെ സുഹൃത്താണ്, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. ഭയങ്കര ഡാൻസറൊക്കെയാണ്. അടുത്ത് ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് വരട്ടെ. ചേട്ടന്റെ സിനിമയിലാണ് എന്റെ ഒരു പ്രതീക്ഷ. നാളെ ഇറങ്ങുന്ന പടത്തിൽ ഒരു 10-30 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത നല്ല രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു പറച്ചിലുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ ആവട്ടെ, സന്തോഷം. എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. രാസ്തയ്ക്ക് വീണ്ടും ഒരുപാട് നന്മകളും ഹിറ്റിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.